ഹൈപ്പോതൈറോയിഡിസം സ്ത്രീകളുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ പറ്റിയാണ് ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം എന്താണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് മനസ്സിലാക്കാം. നമ്മുടെ കഴുത്തിന് മുൻവശത്തായി താഴ്ഭാഗത്ത് ഇരുവശങ്ങളിലും ബട്ടർഫ്ലൈ ആകൃതിയിൽ കാണുന്ന ഗ്രന്ഥികളാണ് തൈറോയ്ഡ് ഗ്രന്ഥികൾ. തലച്ചോറിലെ ഹൈപ്പോതലാമസിനാൽ ഉത്തേജിക്കപ്പെടുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥികളാണ് തൈറോയ്ഡ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ TSH ആണ് തൈറോയ്ഡ് ഗ്രന്ഥികളിൽ നിന്നുള്ള T3 അഥവാ ട്രൈ ഐഡോതൈറോനിൻ, T4 തൈറോക്സിൻ എന്നീ ഹോർമോണുകളുടെ ഉത്പാദനത്തെ സഹായിക്കുന്നത്. ശരീരത്തിൽ T3, T4 അഥവാ ട്രൈ ഐഡോതൈറോനിൻ, തൈറോക്സിൻ എന്നീ ഹോർമോണുകളുടെ ഉത്പാദനം കുറയുന്ന അവസ്ഥയെയാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. പല കാരണങ്ങളാൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകാം. തൈറോയ്ഡ് ഗ്രന്ഥികളുടെ പ്രവർത്തന വൈകല്യങ്ങൾ നിമിത്തമുണ്ടാകുന്ന പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം, പിറ്റ്യൂട്ടറി ഗ്രന്ഥികളുടെ പ്രവർത്തന തകരാർ നിമിത്തമുണ്ടാകുന്ന സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പോതലാമസിൻ്റെ പ്രവർത്തന തകരാറുകൾ നിമിത്തമുണ്ടാകുന്ന ടേർഷറി ഹൈപ്പോതൈറോയിഡിസം. ഇതുകൂടാതെ ശരീരത്തിന് തൈറോയ്ഡ് ഹോർമോണുകളോടുള്ള ചെറുത്തുനിൽപ്പ് കാരണം അഥവാ പെരിഫറൽ റെസിസ്റ്റൻസ് കാരണമുണ്ടാകുന്ന ഹൈപ്പോതൈറോയിഡിസം. ഇങ്ങനെ പല കാരണങ്ങളാൽ ഉണ്ടാകുന്ന ഹൈപ്പോതൈറോയിഡിസം സ്ത്രീകളിൽ ആർത്തവ തകരാറുകൾക്ക് കാരണമാകുന്നു. അത് ക്രമം തെറ്റിയുള്ള ആർത്തവം, അമിത രക്തസ്രാവം, അണ്ടോൽപാദനത്തിലുള്ള വൈകല്യങ്ങൾ എന്നിങ്ങനെ പലതരത്തിൽ സ്ത്രീകളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു.